ശിവായ. എല്ലാവർക്കും നമസ്കാരം. പ്രദോഷത്തെപ്പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. പ്രദോഷവ്രതം മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണല്ലോ. എന്നാൽ അത് ശനിപ്രദോഷമായാൽ കൂടുതൽ വിശേഷമായി. നാളെ ജൂൺ 27 ശനിയാഴ്ച അനിഴ നക്ഷത്രവും ശനിപ്രദോഷവും ചേർന്നു വരുന്ന ദിനം. പ്രദോഷം എന്നത് സകല ദേവീദേവന്മാർക്കും പ്രിയപ്പെട്ട ഒരു പുണ്യദിനമാണ്. പ്രദോഷകാലം എന്ന് പറയുന്നത് സന്ധ്യാസമയം, അതായത് സൂര്യാസ്തമയത്തിനു മുൻപും ശേഷവുമുള്ള 1.5 മണിക്കൂർ സമയമാണ്. ഈ സമയം മഹാദേവൻ അതീവ പ്രസന്നനായിരിക്കുന്ന സമയമാണ്. അതിനാൽ പ്രദോഷം വരുന്ന പുണ്യദിനത്തിൽ ക്ഷേത്രദർശനവും നാമജപവും നടത്തുന്നത് സർവ്വപാപങ്ങളും നീക്കി ഐശ്വര്യമുണ്ടാകും. ശനിപ്രദോഷത്തിന് ശിവഭജനവും വ്രതവും നോറ്റാൽ ഭഗവാന്റെ അനുഗ്രഹം പെട്ടെന്ന് തന്നെ ഉണ്ടാകും. ശനിദോഷങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ശനിപ്രദോഷം നോൽക്കുന്നത് ശനിദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. കണ്ടകശനി, ഏഴരശനി തുടങ്ങിയ ദോഷങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരമാണ് ശനിപ്രദോഷ വ്രതവും പൂജയും. പ്രദോഷ സമയത്ത് നന്ദീശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഭഗവാന് മുന്നിൽ സമർപ്പിച്ചാൽ പെട്ടെന്ന് ഫലമുണ്ടാകുമെന്ന് ഒരു വിശ്വാസമുണ്ട്. പ്രദോഷ സമയത്ത് സന്ധ്യാസമയത്ത് ശിവക്ഷേത്ര ദർശനവും നാമജപവും വഴിപാടുകൾ ചെയ്യുന്നതും പ്രത്യേക പുണ്യമാണ്. മുജ്ജന്മത്തിലും ഈ ജന്മത്തിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ പാപങ്ങളെ ഇല്ലാതാക്കാനും പ്രദോഷവ്രതങ്ങൾ സഹായിക്കും. പ്രത്യേകിച്ച് ശനിപ്രദോഷം. കുടുംബസൗഖ്യം, ആരോഗ്യം, സമാധാനം, ഐശ്വര്യം, സമ്പദ് സമൃദ്ധി എന്നിവയ്ക്കെല്ലാം ശനിപ്രദോഷം വളരെ പുണ്യമാണ്. ശനിപ്രദോഷ സമയം അഷ്ടാഭിഷേകം തൊഴുന്നത് ഏറെ പ്രധാനം. ഓം നമഃശിവായ മന്ത്രജപത്തോടൊപ്പം മഹാമൃത്യുഞ്ജയ മന്ത്രം, രുദ്രം, ശിവപുരാണം ഇവയൊക്കെ ജപിക്കുന്നത് ശനിദോഷങ്ങൾ മാറാനും മനസമാധാനം, കുടുംബസൗഖ്യം, ആയുരാരോഗ്യം, സമ്പദ് സമൃദ്ധി, തൊഴിൽ പുരോഗതി എന്നിവയെല്ലാം നൽകും. ശനിപ്രദോഷ വ്രത ദിവസം രോഗദുരിത ശമനത്തിനായി ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. ശനിയാഴ്ച ശാസ്താവിനെ ഭജിക്കുന്നത് ശനിദോഷങ്ങളും ശത്രുദോഷങ്ങളും അകലാൻ സഹായിക്കുന്നു. ശാസ്താവിന് നീരാഞ്ജനവും എള്ളുപായസവും വഴിപാടായി ചെയ്യുക. ശനിപ്രദോഷ ദിനത്തിൽ പിറന്നാൾ വരികയാണെങ്കിൽ അവർ അവരുടെ പേരിലും അവരുടെ മാതാപിതാക്കളുടെ പേരിലും മൃത്യുഞ്ജയ ഹോമം നടത്തേണ്ടതാണ്. കൂടാതെ ശനിപ്രദോഷം നാൾ കുടുംബ പരദേവതയ്ക്ക് നെയ്വിളക്ക്, മാല, പായസം എന്നിവ വഴിപാടായി ചെയ്യേണ്ടതാണ്. കൂടാതെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സുദർശന പുഷ്പാഞ്ജലി നടത്തുക. ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ശിവഭഗവാന് ധാര, പിൻവിളക്ക്, കൂവളമാല എന്നിവ വഴിപാടായി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Oh